എല്ലാ ദൈവത്തിന്റെ ദാസന്മാർക്ക് ബഹുമാന്യരായ എല്ലാ ദൈവത്തിന്റെ ജനത്തിനുമായിട്ട് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലവും ഇപ്രകാരം ദൈവസനിലായിരിക്കുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കുന്ന നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവിന്റെ സ്നേഹവും കർത്താവിന്റെ കരുണയുമാണ് നമ്മുടെ ജീവിതം എന്ന് മനസ്സിലാക്കി ആമൻ ഓരോ ദിവസവും മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കുന്നല്ലോ. സ്തോത്രം. ഒരുപക്ഷെ വിവിധ തരത്തിലുള്ള ആവശ്യങ്ങളുമായും വിവിധ തരത്തിലുള്ള വിഷയങ്ങളുമായിട്ട് ദൈവസന്നിധിയിൽ കടന്നു വരുന്ന രാത്രികളിൽ കർത്താവ് നമ്മുടെ ലൈഫിൽ ആമേൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവിക ശബ്ദങ്ങളാൽ തിരുത്തപ്പെടുവാനും കർത്താവിന് കൂടുതൽ അടുക്കുവാനും കർത്താവിന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാനും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കട്ടെ. സ്തോത്രം. അതേ കർത്താവിന്റെ തേജസ്സും മഹത്വവും മനസ്സിലാക്കിയ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും അനുഗ്രഹീതമായ സമയങ്ങളാണ്. സ്തോത്രം. അങ്ങനെ ജീവിക്കുവാൻ ദൈവം നമ്മളെ ഒരുമിച്ച് സഹായിക്കട്ടെ. സ്തോത്രം. കൊലോസ്യ ലേഖനം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചതിന്റെ ബാക്കി ദൈവസന്നിധിയിൽ ഇന്ന് രാത്രിയിൽ ചിന്തിക്കുവാൻ വേണ്ടി നമ്മുടെ ശ്രദ്ധയെ ദൈവവചനത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം. കൊലോസ്യ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായം നമ്മൾ വായിച്ച ആ വേദഭാഗം ഒരിക്കൽ കൂടെ നമുക്ക് വായിക്കാം. 13-ഉം 14-ഉം വാക്യങ്ങൾ ഒരിക്കൽ കൂടെ ദിവസം നമുക്ക് വായിക്കാം. അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. എല്ലാറ്റിനും ഇത് സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. ആമേൻ. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചത് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ എന്ന ഭാഗമായിരുന്നു. സ്തോത്രം. അത് എന്തുകൊണ്ടാണെന്നാണ് നമ്മൾ ചിന്തിച്ചത്. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കുന്നത്. സ്തോത്രം. ക്ഷമിക്കുവാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ, ഒരിക്കലും മാനുഷികമായി നമുക്കത് കഴിയത്തതുമില്ലാത്ത സാഹചര്യത്തിൽ കർത്താവിന്റെ വചനം എന്തുകൊണ്ട് ക്ഷമയെ ഇത്ര ആഴത്തിൽ നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്നു, എന്തുകൊണ്ട് നമ്മളോട് അത് ആഗ്രഹത്തോടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ. ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ കർത്താവ് അത്രമാത്രം നമ്മളോട് ക്ഷമിച്ചു എന്നുള്ളതാണ്. സ്തോത്രം. ആ ക്ഷമയുടെ ആഴം എല്ലാ ദിവസങ്ങളിലും മനസ്സിലാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് ആമേൻ ഒരു ബുദ്ധിമുട്ടായി തീരുകയില്ല എന്നതാണ് വാസ്തവമായ സത്യം. സ്തോത്രം. ഇന്ന് രാത്രിയിൽ അതിനോട് ചേർന്നുള്ള സ്നേഹവുമായി ചേർത്ത ചില കാര്യങ്ങളെ ദൈവസന്നിധിയിൽ പറയുവാനായി ഇന്ന് രാത്രിയിൽ നമ്മൾ സമയമെടുക്കുകയാണ്. സ്തോത്രം. ദൈവസന്നിധിയിൽ നമ്മൾ ക്ഷമയ്ക്കായിട്ട് ദൈവസന്നിധിയിൽ മുന്നോട്ട് വരുമ്പോൾ അത് ഒരു കൊച്ചു കാര്യമല്ല. അത് നമ്മളൊരു വില കൊടുക്കേണ്ടി വരും എന്ന് നമ്മൾ സത്യത്തിൽ കഴിഞ്ഞ ദിവസത്തെ ദൈവിക ചിന്തയിൽ നിന്ന് മനസ്സിലാക്കിയല്ലോ. ക്ഷമിക്കുക എന്നതിന് ദൈവം വില കൊടുത്തത് എന്ന് പറയുന്നത് തന്റെ പുത്രന്റെ ആമേൻ മരണമായിരുന്നു, പുത്രന്റെ ജീവനായിരുന്നു. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൈഫിലും ആമേൻ ദൈവസന്നിധിയിൽ ക്ഷമ നമ്മൾ ചിലരോട് ആമേൻ നമ്മൾ ക്ഷമിക്കുമ്പോൾ ഒരുപക്ഷെ മാനുഷികപരമായി നോക്കിയാൽ ഒത്തിരി വില കൊടുക്കേണ്ടി വരുമായിരിക്കാം. സ്തോത്രം. ചിലപ്പം പാസ്റ്ററെ ഞാൻ അതങ്ങ് കൈവിട്ടാൽ, അതങ്ങ് ക്ഷമിച്ചാൽ എനിക്ക് ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടാകും എന്ന് പറയേണ്ട ഒരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടായേക്കാം. അത് സത്യത്തിൽ അങ്ങനെയാണ് ക്ഷമയെന്ന് പറയുന്നതിന്റെ ആഴം. സ്തോത്രം. കാരണം യേശു നമ്മളോട് ക്ഷമിച്ചപ്പോൾ, പിതാവ് പുത്രനിൽ നിന്ന് കൂടി നമ്മളോട് ക്ഷമിച്ചപ്പോൾ അതിന് കൊടുത്ത വിലയാണ് ഇന്നലെ മുഴുവനായി നമ്മൾ ചിന്തിച്ചത്. സ്തോത്രം. ആ വിലയുടെ മുന്നിൽ നമ്മുടെ മുന്നിലും ചെറിയ ചെറിയ വിലകൾ ദൈവം വെച്ചിട്ട് ആ സ്നേഹത്തിന്റെ ആഴത്തെ മനസ്സിലാക്കാൻ ദൈവം നമുക്ക് തരുന്ന ഓരോ അവസരങ്ങളെയും ദുഃഖത്തിന്റെ കഥകളായി നമ്മൾ ചിന്തിക്കരുത്. സ്തോത്രം. ഒരുപക്ഷെ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കാൻ പോയാൽ അവർ മുതലാക്കാൻ, അല്ലെങ്കിൽ എന്താണ്, അവർ നമ്മളെ ചൂഷണം ചെയ്യാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്താൻ സാധ്യതയുണ്ട്. മറ്റുള്ള മുമ്പിൽ കൊച്ചാക്കി സംസാരിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ക്ഷമിക്കാൻ വേണ്ടി കടന്നു പോകുമ്പോൾ നമുക്കാണ് വില കൊടുക്കേണ്ടി വരുന്നത്. ക്ഷമിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അവർക്കൊന്നും നഷ്ടമാകുന്നില്ല. ക്ഷമ ചോദിക്കുന്ന വ്യക്തിക്കാണ് പലപ്പോഴും ആമേൻ മറ്റുള്ളവരുടെ മുന്നിലും ആമേൻ സാഹചര്യത്തിലും ഒക്കെ കൊച്ചായി തീരാൻ അല്ലെങ്കിൽ ചെറുതായി തീരാൻ സാധ്യതയുള്ളത്. എന്നാൽ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വില കൊടുത്തു തന്നെ ക്ഷമിക്കുവാൻ കഴിയുന്നതാണ് ക്രിസ്തീയ സ്നേഹത്തിന്റെ ആഴം എന്ന് പറയുന്നത്. കാരണം യേശുവിന്റെ ക്ഷമയും യേശു നമ്മളോട് കാണിച്ച ക്ഷമയും ഒക്കെ പറയുന്നത് ഞാൻ 2-ാം അധ്യായത്തിൽ പിന്നീട് വായിക്കേണ്ടതില്ലല്ലോ. ആമേൻ. അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്ന അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി പരസ്യമായി കാഴ്ച. അതെ, കർത്താവ് നമ്മളോട് ക്ഷമിച്ച അതിക്രമങ്ങളാലും
നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായ നിങ്ങളെ അവൻ ജീവിപ്പിച്ചു. അങ്ങനെയൊക്കെയാണ് കർത്താവ് വില കൊടുത്താണ് നമ്മളോട് പാപത്തെ ക്ഷമിച്ചത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ക്ഷമ നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ചിന്തിച്ചോണം, അതിന് വില കൊടുക്കേണ്ടി വരും. നമുക്ക് ചിലപ്പോൾ ചില നഷ്ടങ്ങൾ വരാം. ചിലപ്പോൾ നമ്മൾ ഞാനിപ്പോ പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് നിന്ദിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമുക്ക് പിന്നീട് അങ്ങോട്ട് കുറച്ച് ദിവസം ഇച്ചിരി ടെൻഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്വന്തം ചിലപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് പെട്ടെന്ന് എല്ലാ സമാധാനം വരെ പോകാനും സാധ്യതയുണ്ട്. പക്ഷേ വില കൊടുക്കേണ്ടി വന്നാലും കർത്താവിന്റെ വിലയെ മുന്നിൽ ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, വചനത്തിൽ നിന്നും ദൈവത്തിന്റെ ചിന്തകളിൽ നിന്നും ദൈവം നമ്മളോട് കാണിച്ച ദൈവം നമുക്ക് മനസ്സിലായെങ്കിൽ അപ്രകാരം ചെയ്യുവാൻ കർത്താവിന്റെ സന്നിധിയിൽ മടിക്കരുത്. നഷ്ടമല്ല വലുത്, നമുക്ക് കിട്ടിയതാണ് വലുത്. സ്തോത്രം. അതുകൊണ്ട് അങ്ങനെ ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം. കൊലോസ്യ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ തുടർന്നുള്ള ഭാഗങ്ങളെ നമുക്ക് ഇതുമായി ചേർത്ത് ചിന്തിക്കാം. കാരണം ഏറ്റവും ഈ പറഞ്ഞ കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ ഇത്രയും പറഞ്ഞ ഉപദേശങ്ങളില് ഏറ്റവും ക്ലൈമാക്സിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, ക്ഷമയുടെ ഭാഗം വന്നപ്പോൾ പറഞ്ഞു അതിന്റെ പരിപൂർണതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ അതിന്റെ ഏറ്റവും ടോപ്പായ അല്ലെങ്കിൽ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ഈ കൊലോസ്യ ലേഖനത്തിൽ ഇതിനപ്പുറത്ത് അല്ലെങ്കിൽ ലേഖനങ്ങൾ ഇതിനപ്പുറത്ത് ഒരു ചിന്തയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ ഉയരത്തിൽ നിൽക്കുന്ന, അത്തരത്തിൽ മെച്യൂരിറ്റിയിൽ നിൽക്കുന്ന ഒരു ഭാവമാണ് ഇന്ന് നമ്മൾ ഇതിന്റെ തൊട്ട് താഴത്തെ വാക്യവുമായി ചേർത്ത് ചിന്തിക്കാൻ പോകുന്നത്. അതിങ്ങനെയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. എല്ലാറ്റിനും ഉപരി സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. നമ്മുടെ ലൈഫിൽ കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് ദൈവം ഇവിടെ നമ്മളോട് സംസാരിക്കുന്നത്. ഈ ഭാഗങ്ങളെ നമുക്ക് ശ്രദ്ധയോടെ അല്പസമയം ചിന്തിക്കാനായി ശ്രമിക്കും. ഇപ്പോൾ പറഞ്ഞു വരുന്ന അല്ലെങ്കിൽ ഇതിന്റെ തൊട്ടു മുകളിൽ എഴുതിയിരുന്ന മനസ്സലിവും ദയയും സൗമ്യതയും ദീർഘക്ഷമയും ക്ഷമയും ഒക്കെ നമ്മുടെ ലൈഫിൽ സംഭവിക്കേണ്ടത്, ദൈവവചന പ്രകാരം സംഭവിക്കേണ്ടത് സ്നേഹത്തിൽ നിന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്താണ് പറയുന്നത്? എല്ലാറ്റിനും മീതെ, എല്ലാറ്റിനും മീതെ, അല്ലെ, എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പി. അപ്പം നമുക്കിത് ശാന്തമായി അന്തരീക്ഷത്തിൽ ഒന്ന് ചിന്തിക്കാനായി ശ്രമിക്കാം. സ്തോത്രം. നമ്മുടെ ലൈഫിൽ ഈ വചനങ്ങളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും തകർക്കപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മുടെ ലൈഫിൽ ഒരിക്കൽ കൂടെ കർത്താവിനെ ആശ്രയിക്കാൻ സാധ്യതയുണ്ട്. സ്തോത്രം. അങ്ങനെ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് ആ വചന ചിന്തകളിലേക്ക് നമുക്ക് കടന്നു പോകാം. സ്തോത്രം. കൊലോസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങൾ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ. സൗമ്യത ധരിക്കുവാൻ പറഞ്ഞു, ക്ഷമ ധരിക്കുവാൻ പറഞ്ഞു, ദീർഘക്ഷമ ധരിക്കുവാൻ പറഞ്ഞു, താഴ്മ ധരിക്കുവാൻ പറഞ്ഞു, ദയ ധരിക്കുവാൻ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്, ഇതിലെല്ലാം ഉപരി അല്ലെങ്കിൽ ഇതിനേക്കാളിലൊക്കെ മുകളിൽ അല്ലെങ്കിൽ ഇതെല്ലാം നിൽക്കുന്നത് എന്ന് പറയുന്നത് സ്നേഹത്തിലാണ്. സ്തോത്രം. സ്നേഹത്തിലാണ്. ഈ സ്നേഹം എന്ന വാക്ക് ഞാനിത് അന്ന് ഒരു വട്ടം നിങ്ങളുടെ ഇൻട്രൊഡക്ഷനായി പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. സ്നേഹം എന്ന് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന വാക്ക് എന്ന് പറയുന്നത് അഗപ്പെ എന്ന വാക്കാണ്. നമുക്ക് എപ്പോഴും അറിയാമല്ലോ, അഗപ്പെ എന്ന വാക്ക് പല പ്രസംഗങ്ങളിലും കേട്ടിട്ടുള്ളതാണ്. ദൈവം നമ്മളോട് കാണിച്ച സ്നേഹത്തിന്റെ പകരം അല്ലെങ്കിൽ സ്നേഹത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ബൈബിളിലെ വേർഡാണ് ഈ അഗപ്പെ എന്ന് പറയുന്ന സ്നേഹം. സ്തോത്രം. കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സ്നേഹമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. നമുക്ക് ഈ സ്നേഹത്തെ പറ്റി അല്പമായിട്ടൊന്ന് ചിന്തിക്കാൻ ശ്രമിക്കാം. സ്തോത്രം. കൊലോസ്യ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. കൊലോസ്യ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കയാൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതെ, അവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്, ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എപ്പോഴും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്തിനു വേണ്ടിയാ? അവർക്ക്, കൊലോസ്യ സഭയെ സംബന്ധിച്ചിടത്തോളം ഈ സ്നേഹത്തിലേക്ക് അവർ വന്നതാണ്, അല്ലെങ്കിൽ സ്നേഹം അവരിൽ ഉണ്ട് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഏത് സ്നേഹമാണ്? ഈ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സെയിം വേർഡാണ്. നമുക്ക് ശ്രദ്ധയോടൊന്ന് ആ ഭാഗങ്ങളിലേക്ക് നോക്കാം. പൗലോസ് 3-ാം അധ്യായത്തിൽ പറയുകയാണ്, സർവ്വസമ്പൂർണത അല്ലെങ്കിൽ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ എന്ന് പറയുന്നു. ഓൾറെഡി 1-ാം അധ്യായത്തിൽ പറയുകയാണ്, നിങ്ങളുടെ സ്നേഹം ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറയും. അപ്പൊ ധരിക്കാൻ പറയുന്നു, ഓൾറെഡി ഉണ്ടെന്ന് പൗലോസ് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസത്തെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിന്റെ തൊട്ട് താഴത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. 1-ാം അധ്യായത്തിന്റെ 7-ഉം 8-ഉം ഒന്ന് വായിച്ചാട്ടെ. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ.
അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്തത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനും ആകുന്നു. യെസ്, എപ്പപ്രാസ് നിമിത്തം അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ സഭയുടെ സ്നേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. ആത്മാവിലുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അവരിൽ തുടക്കപ്പെട്ട ഒരു ദൈവസ്നേഹത്തെ പറ്റി പൗലോസ് കേട്ടിട്ടുണ്ടെന്നാ പറയുന്നത്. പക്ഷെ അതേ പൗലോസ് തന്നെ 3-ാം അധ്യായത്തിൽ പറയുകയാണ്, ലേഖനം എഴുതുമ്പോൾ നിങ്ങൾ സ്നേഹത്തെ ധരിപ്പീൻ എന്നും പറയുന്നു. ഇത് തമ്മിൽ എന്തുകൊണ്ട് അങ്ങനെ പറയേണ്ടി വന്നു എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. സ്തോത്രം. ബൈബിളിലെ മൊത്തത്തിലുള്ള ഒരു ആശയമാണ് ഈ ഭാഗത്തെക്കുറിച്ച്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളതാണെങ്കിൽ ഒന്നുകൂടി കേട്ടാട്ടെ, അല്ലെങ്കിൽ ശ്രദ്ധയോടെ ദൈവസനെ നമുക്കായിരിക്കാം. ഇത് കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുവാനും നമുക്ക് പരസ്പരം സ്നേഹിക്കുവാനും ദൈവം നമ്മുടെ ലൈഫിൽ ഇടയാക്കുന്ന ഒരു വചനമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. എന്താണ് പൗലോസ് ഇവിടെ പറയുന്നത്? ഓൾറെഡി ഈ സ്നേഹം സഭയിലെ ജനങ്ങളിൽ ഉണ്ട്. പക്ഷെ പിന്നീട് ധരിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് രണ്ടും ശരിയാണ്. രണ്ടും ശരിയാകുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം, ഒരു വ്യക്തി, ഞാൻ ഇതിന് തൊട്ട് 3-4 ക്ലാസ്സിന് മുമ്പ് പറഞ്ഞതാണ്, 9-ഉം 10-ഉം വാക്യങ്ങൾ വായിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, വീണ്ടും ജനനത്തെ പറ്റി ചില 10 മിനിറ്റ് എടുത്ത് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരുന്നു. വീണ്ടും ജനനത്തിൽ ആത്മാവ് മരണാവസ്ഥയിലായിരുന്നിടത്ത് ദൈവത്തിന്റെ ആത്മാവിനാൽ ക്രിയ ചെയ്യപ്പെട്ട് വിശ്വാസത്താൽ നമ്മുടെ ആത്മാവ് എന്ത് സംഭവിച്ചു? ദൈവവചനപ്രകാരം ജീവൻ വെച്ചു. കേവലം ദേഹവും മാത്രമുണ്ടായിരുന്ന, അല്ലെങ്കിൽ ആത്മാവ് ആക്റ്റീവായി ദൈവവുമായിട്ട് ബന്ധമില്ലാതിരുന്ന സ്ഥലത്ത് പരിശുദ്ധ ആത്മാവിന്റെ വരവിനാൽ ഉയരത്തിലെ ജനനത്താൽ ആത്മാവിന് ജീവൻ പ്രാപിച്ചു. വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് ആ ആത്മാവ് നമ്മളെ വിട്ടു പോകുന്നില്ല എന്നാണ്. സ്തോത്രം. നമുക്കത് വ്യക്തമായിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് തന്നെ പറഞ്ഞു, എന്നേക്കും നിങ്ങളിൽ മേൽ ഇരിക്കേണ്ടതിന് എന്ന് യേശു കർത്താവ് പറയുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിക്കാം. സ്തോത്രം. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്നൊരു മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. യെസ്. എന്നിട്ട് അതിന്റെ 7-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിലും ഒക്കെ ആമേൻ യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ ആത്മാവ്, ഞാൻ നിങ്ങളെ ജനിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ പലവട്ടം പറയുന്നൊരു ഭാഗമുണ്ട്. ദൈവത്തിന്റെ ആത്മാവിനാൽ അല്ലാതെ ഒരു വ്യക്തിക്ക് എന്താണ് വീണ്ടും ജനിക്കുവാൻ കഴിയത്തില്ല, പിതാവിനെ ഉൾക്കൊള്ളുവാൻ കഴിയത്തില്ലെന്ന് ആമേൻ യേശു കർത്താവ് തന്നെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിനാലാണ് ആമേൻ നമ്മൾ വീണ്ടും ജനിക്കൽ. പരിശുദ്ധാത്മാവിന്റെ സഹായത്താലാണ് നമ്മുടെ ലൈഫിൽ വീണ്ടും ജനനം ഉണ്ടായത്. അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവുമായി ചേർന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആത്മാവ് പോകുന്നില്ല. നമുക്ക് ശ്രദ്ധയോടെ ആ വചനത്തിലേക്കൊന്ന് നോക്കാം. ആ ആത്മാവ് നമ്മളെ വിട്ടു പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ അന്നു മുതൽ ആത്മാവ് നമ്മളിൽ ഇരിക്കുന്നത് കൊണ്ട് ആത്മാവിന്റെ ഫലത്തിലൊന്നായ, അല്ലെങ്കിൽ ഏറ്റവും വലിയ ദൈവാത്മാവിന്റെ പ്രവർത്തനമായ സ്നേഹം നമ്മുടെ ആത്മാവുമായി ചേർന്ന് ഓൾറെഡി തുടക്കം ഇടുന്നുണ്ട്. സ്വന്തം ശ്രദ്ധയോടെ ആയിരുന്നു നമുക്ക് പറയുന്നത് മനസ്സിലാക്കാൻ കഴിയും. ആത്മാവ് നമ്മളിൽ വന്നപ്പോൾ തന്നെ മനസ്സലിവ്, ദയ, കരുണ, ക്ഷമ, സ്നേഹം എന്നിവയെല്ലാം ഓൾറെഡി നമ്മുടെ ഉള്ളിൽ ആത്മാവ് പ്രവർത്തിച്ചു തുടങ്ങി, നമ്മുടെ ആത്മാവുമായി ചേർന്നുകൊണ്ട്. എന്നാൽ ദൈവവചനത്തെ നമ്മൾ നന്നായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യം എന്ന് പറയുന്നത്, സ്നേഹം നമ്മളിൽ കൂടി ആത്മാവിനെ ലഭിച്ചു കഴിഞ്ഞെങ്കിലും ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു വളർച്ചയുണ്ട്. സ്തോത്രം. നമുക്കറിയാം, നമ്മൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നെന്ന് പറയുകയും നമ്മൾ നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമ്മുടെ ഭാര്യയെയോ ഭർത്താവിനെയോ പരസ്പരം സ്നേഹിക്കുന്നു. കുറച്ചു കാലം കഴിയുമ്പോഴാണ് സത്യത്തിൽ യഥാർത്ഥമായ സ്നേഹത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. ആദ്യത്തെ സമയങ്ങളിൽ ആ ആഴത്തിലുള്ള യഥാർത്ഥമായ സ്നേഹത്തിലേക്കൊക്കെ വരുമോ എന്നറിയില്ല. ഒരു കുഞ്ഞുമായ ഒരു അമ്മയുമായിട്ടുള്ള സ്നേഹത്തിലായാൽ പോലും ചില നാളുകൾ കഴിയുമ്പോഴാണ് അമ്മയെ നമ്മൾ വർഷങ്ങൾ കഴിയുന്തോറും അമ്മയുടെ സ്നേഹത്തെ മനസ്സിലാക്കി അമ്മയെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹത്തിന് വളർച്ചയുണ്ട് എന്നാണ് ദൈവത്തിൽ മനസ്സിലാക്കുക. അത് ദൈവസ്നേഹത്തിലുമുണ്ട്. ക്രിസ്തുവിൽ മാത്രം പരിപൂർണമായിരുന്നു എല്ലാം. മനസ്സലിവിന്റെ പൂർണ്ണത ക്രിസ്തുവിലുണ്ടായിരുന്നു, ദയയുടെ പൂർണ്ണത ക്രിസ്തുവിലുണ്ടായിരുന്നു, കരുണയുടെ പൂർണ്ണത ക്രിസ്തുവിലുണ്ടായിരുന്നു, ക്ഷമയുടെ പൂർണ്ണത ക്രിസ്തുവിലുണ്ടായിരുന്നു, സ്നേഹത്തിന്റെ പൂർണ്ണത ക്രിസ്തുവിലുണ്ടായിരുന്നു. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം
നമ്മുടെ ആത്മാവ് മാത്രമേ രക്ഷിക്കപ്പെട്ട സമയത്ത് ജീവൻ പ്രാപിച്ചിട്ടുള്ളൂ. ഇനി ആത്മാവ് ദേഹത്തെയും നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്ന, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ തലയോളം വരുന്ന ഒരു അനുഭവം ഈ ലോക ജീവിതത്തിൽ നമുക്കുണ്ട്. ആ ലോക ജീവിതത്തിലാണ് ഇതിന് വളർച്ച സംഭവിക്കുന്നത്. സ്തോത്രം. ഞാൻ പറയുന്നത് നിങ്ങളോളം എത്തുന്നുണ്ട് എന്ന് ചിന്തിക്കുകയാണ്. എന്താണ് പൗലോസ് ഇവിടെ പറയുന്നത്? നിങ്ങളിൽ ഓൾറെഡി അഗപ്പെ സ്നേഹം തുടങ്ങിയിട്ടുണ്ട്. ഓൾറെഡി അഗപ്പെ സ്നേഹം നിങ്ങളിൽ നിങ്ങൾ പോലും അറിയാതെ തുടങ്ങി വെച്ചിട്ടുണ്ട്. നമുക്കാർക്കും ദൈവസ്നേഹത്തെ നമ്മുടെ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ നമുക്ക് നേടിയെടുക്കാൻ കഴിയത്തില്ല. അത് ആത്മാവിനാൽ മാത്രം ലഭിക്കുന്നതാണ്. ഇന്നത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാകും. അങ്ങനെ നമുക്ക് ലഭിച്ച സ്നേഹം എന്ന് പറയുന്നത് വളർത്തുക, അല്ലെങ്കിൽ വളരുന്നു എന്നൊരു അനുഭവം സഭയുടെ അന്തരീക്ഷത്തിൽ ദൈവമക്കൾക്കുണ്ട്. അവിടെയാണ് ക്രിസ്തുവിനെ വീണ്ടും ധരിക്കുക. എന്താണ് അതിൽ കൂടി ഉദ്ദേശിക്കുന്നത്? കൊലോസ്യ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹത്തെ ആഴത്തിൽ അറിയുക. കുറച്ചുകൂടി പറഞ്ഞാൽ യേശുവിനെ തന്നെ ആഴത്തിൽ അറിയുക. ഞാൻ അതിലേക്ക് വന്ന് ഇന്ന് രാത്രിയിൽ അവസാനിപ്പിക്കാം. നമുക്ക് ശ്രദ്ധയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കാം. സ്തോത്രം. കൊലോസ്യ ലേഖനത്തിലെ ആ ഭാഗങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി 2-ാം അധ്യായത്തിൽ നമ്മൾ അന്ന് ചിന്തിച്ചൊരു ഭാഗം നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. 2-ാം അധ്യായത്തിന്റെ 1ഉം 2ഉം വാക്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാട്ടെ. ഒരിക്കൽ കൂടെ നമുക്കത് ചിന്തിച്ചതാണ്. നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എന്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കുവാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. ഇവിടെ എന്താണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്? ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞത് ഓർമ്മ കാണും. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിനെ ആഴത്തിൽ അറിയുന്നതിലൂടെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. ഇനി ഞാനിപ്പോ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മൾ വളരുന്നതെന്നാണ്. സ്തോത്രം. അത് ആദ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പരസ്പരം സഭയിലുള്ള വ്യക്തികളെ സ്നേഹിക്കുന്നതിലൂടെ. ഞാൻ പറഞ്ഞത് നിങ്ങളോളം എത്തിയെന്ന് വിശ്വസിക്കുകയാണ്. എങ്ങനെ ദൈവസ്നേഹത്തിൽ നമുക്ക് വളരാൻ കഴിയും, അല്ലെങ്കിൽ ദൈവസ്നേഹത്തെ കുറിച്ച് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും, ദൈവസ്നേഹത്തിന്റെ ആഴം നമുക്ക് എങ്ങനെ നമ്മുടെ ആത്മാവിൽ ക്രിയ ചെയ്ത് ദേഹി ആത്മാവിൽ എങ്ങനെ ക്രിസ്തുവിന്റെ തലയോളം വളരാൻ കഴിയുമെന്ന് ചോദിച്ചാൽ, ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പരസ്പരമുള്ള സ്നേഹത്തിലൂടെയാണ്. പ്രത്യേകിച്ച് വിശ്വാസി സമൂഹം തമ്മിലുള്ള സ്നേഹം. സ്തോത്രം. ആമേൻ. വിശ്വാസി സമൂഹം തമ്മിലുള്ള സ്നേഹത്തെ കുറിച്ച് എന്താണ് പറയുന്നത്? ദൈവവചനം നമ്മളോട് ഈ കൊലോസ്യ ലേഖനം 2-ന്റെ ഈ 2-3 എന്താ പറയുന്നത്? നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ വ്യക്തി എനിക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല. ഏത് സ്നേഹമാ കർത്താവ് നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്നത്? യേശു നമ്മളെ സ്നേഹിച്ചതുപോലുള്ള സ്നേഹം. അങ്ങനെ നമ്മുടെ കൂടെ ആരാധിക്കുന്നവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റൂ? പറ്റത്തില്ല. സത്യത്തിൽ പറ്റത്തില്ല. അങ്ങനെ പറ്റുന്നെന്ന് നമുക്ക് തോന്നുന്നെങ്കിൽ, ഞാൻ പറയുന്നത് ആത്മീയതയുടെ തുടക്കത്തിലുള്ള ഭാഗമാണ്. നമ്മുടെ ചിന്ത കൊണ്ട് നമ്മുടെ പായിൽ നമ്മളോടൊപ്പം ഇരുന്ന് ആരാധിക്കുന്ന രക്ഷിക്കപ്പെട്ട ആ വ്യക്തിയെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാനോ അതുപോലെ നമുക്ക് അംഗീകരിച്ച് അദ്ദേഹത്തെ കൈക്കൊള്ളുവാനോ നമുക്ക് ഏത് വ്യക്തിയെ നമ്മൾ അടുത്തടുത്ത് അറിഞ്ഞു വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കാം. സ്വത്രം. അത് പക്ഷെ പാപമൊന്നും ആയിരിക്കത്തില്ല, പക്ഷെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാത്ത എന്തെങ്കിലും ഒരു കാര്യം ഒരു പക്ഷേ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്താണ് ഈ കൊലോസ്യ ലേഖനത്തിൽ കൂടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്? അങ്ങനെ ആ വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട്. യേശുവിന്റെ മുന്നിൽ ഞാനും സ്നേഹിക്കാൻ യോഗ്യത ഉള്ളവനായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം. അങ്ങനെ മനസ്സിലാകുമ്പോഴാണ് ക്രിസ്തു എന്നിട്ടും നമ്മളെ സ്നേഹിച്ചുള്ളൂ എന്ന് മനസ്സിലാകുന്നത്. എന്നിട്ടാണ് കർത്താവ് പറയുന്നത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ആ സ്നേഹിക്കുമ്പോൾ ക്രിസ്തു നമ്മളെ എങ്ങനെ സ്നേഹിച്ചെന്ന് നമുക്ക് മനസ്സിലാവും. വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമുക്ക് ആർക്കെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റാത്തവർ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ, നമ്മുടെ ഓൺലൈൻ മീറ്റിങ്ങിലോ അല്ല നമ്മുടെ ലോക്കൽ ചർച്ചിലോ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ വിശ്വാസി ഗണത്തിലോ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നമ്മൾ അവരെ കൊണ്ടുവന്നാട്ടെ. അവരെ കൊണ്ടുവന്നതിന് ശേഷം അവർക്ക് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കുഴപ്പമുണ്ടല്ലോ, അയ്യോ പാസ്റ്റർ മോശമാണ് അല്ലെങ്കിൽ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു സ്വഭാവം കാണുമല്ലോ. അപ്പം ആ വ്യക്തിയോട് ദൈവം പറയാം നിങ്ങൾ സ്നേഹിച്ചാട്ടം. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്? ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കുഴപ്പം ആ വ്യക്തിയിൽ ഉണ്ട് കർത്താവ്. ഇപ്പൊ കർത്താവ് പറയുകയാണ്, ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുന്നതിലൂടെ ഞാൻ എത്രമാത്രം നിങ്ങളെ സ്നേഹിച്ചു എന്ന് നിങ്ങൾ അറിയുക.
ഞാൻ പറഞ്ഞത് നിങ്ങളോളം എത്തിക്കാണും. ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ട് എഫേസ്യ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. എഫേസ്യ ലേഖനം അതിന്റെ 4-ാം അധ്യായം നമുക്കൊന്ന് എടുക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം, 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 17, 18 വാക്യങ്ങൾ, 19. ആകയാൽ കർത്താവിൽ സാക്ഷീകരിച്ചു പറയുന്നത് എന്തെന്നാൽ ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ സോറി എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 17, 18, 19. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിക്കുവാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോടും നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇതിനകത്ത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറയുന്നത്? ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വീതിയും നീളവും ആഴവും എങ്ങനെ മനസ്സിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? അവിടെ ഇങ്ങനെ സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാൻ. അപ്പൊ മറ്റുള്ളവരോട് കൂടെ നമ്മൾ സ്നേഹിക്കുമ്പോഴാണ് കർത്താവ് നമ്മളെ എത്ര സ്നേഹിച്ചെന്ന് മനസ്സിലാവുന്നത്. നമ്മൾ ജസ്റ്റ് നമ്മുടെ കുടുംബത്തെ ഒന്ന് എടുത്താട്ടെ. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും, അല്ലെങ്കിൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെയും കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് പൂർണ്ണമായ രീതിയിൽ നമുക്ക് കഴിയത്തില്ല. പലപ്പോഴും നമുക്കൊന്ന് അടി കൊടുക്കും, കുഞ്ഞുങ്ങളാണെങ്കിൽ അടി കൊടുക്കാൻ തോന്നും, അല്ലെങ്കിൽ ക്ഷമിക്കാൻ കഴിയും. അങ്ങനെയുള്ള സമയത്ത് എന്താണ് പറയുന്നത്? മക്കളെ, നിങ്ങൾക്കൊട്ടും ക്ഷമിക്കാൻ കഴിയാത്ത ആ വ്യക്തിയെ ക്ഷമിക്കാൻ ദൈവം നമ്മൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ ദൈവം എന്താ പറയുന്നത് അറിയോ? നിങ്ങളെ ഞാൻ സ്നേഹിച്ചതിന്റെ ആഴം നിങ്ങൾ അറിയും, അതിന്റെ വീതി നിങ്ങൾ മനസ്സിലാക്കുക, അതിന്റെ ഉയരം നിങ്ങൾ അറിയുക. ഞാൻ പറയുന്നത് നിങ്ങളോളം എത്തുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്വതന്ത്രം ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോട് കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും. അങ്ങനെ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മൾ അറിയും. സ്തോത്രം. കർത്താവ് നമ്മളെ എത്ര സ്നേഹിച്ചെന്ന് ചോദിച്ചാൽ, നമുക്ക് ഏറ്റവും സ്നേഹിക്കാൻ ഇന്ന് രാത്രി ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തി ഒന്ന് സ്നേഹിച്ചു നോക്കിയേ, അപ്പോൾ മനസ്സിലാകും കർത്താവ് നമ്മളെ എത്ര സ്നേഹിച്ചത്. ഇതാണ് ലേഖനങ്ങളിൽ കൂടി ദൈവത്തിന്റെ ആത്മാവിൽ പൗലോസ് പറയുന്ന ഈ സ്നേഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ ലൈഫിൽ വേണ്ടത്. നിങ്ങൾ ഇന്ന് രാത്രിയിൽ, ഞാൻ ഇന്നലെ പറഞ്ഞ ഭാഗമായി ചേർത്ത് പറഞ്ഞാൽ, ക്ഷമിക്കുവാൻ കഴിയാത്ത, ഉൾക്കൊള്ളുവാൻ കഴിയാത്ത, വഹിക്കുവാൻ കഴിയാത്ത, മനസ്സലിയുവാൻ കഴിയാത്ത, ദയ കാണിക്കുവാൻ കഴിയാത്ത നിങ്ങളോടൊപ്പം ആയിരിക്കുന്ന ഒരു വ്യക്തിയോട് ഇന്ന് രാത്രിയിൽ ഒന്ന് സ്നേഹിച്ച് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ പകർന്നു തുടങ്ങിയ ഫലത്താൽ നിങ്ങൾക്ക് ആത്മാവിനാൽ കഴിയും. നമ്മളെ കൊണ്ട് കഴിയത്തില്ല, ദൈവാത്മാവ് നമ്മളിൽ ഉള്ളത് കൊണ്ട് ദൈവാത്മാവ് ചെയ്തോളും. അതിനുവേണ്ടി സമർപ്പിക്കപ്പെടുന്ന ഒരു ജീവിതം ഇന്ന് രാത്രി തയ്യാറായ കർത്താവ് നമ്മൾ എത്ര ആഴത്തിൽ സ്നേഹിച്ചെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ പിന്നെ കൊച്ചുങ്ങളെ വഴക്ക് പറയാൻ പോകത്തില്ല, കൊച്ചുങ്ങളെ അടിക്കാൻ വടിയൊക്കെ വെട്ടിവെക്കും, പക്ഷെ നമുക്ക് അടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അടിക്കരുതെന്നല്ല കേട്ടോ, സ്തോത്രം. കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കണമോ? ഏറ്റവും ബുദ്ധിമുട്ടായ, അല്ലെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വ്യക്തിയെ പരസ്പരം സ്നേഹിച്ചാട്ടെ. അതാണ് ഒന്നാമത് ദൈവത്തിന്റെ സ്നേഹത്തിൽ വളരാനുള്ള അവസരം. രണ്ടാമത്തത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ ദാസന്മാരെ ദൈവസഭയിലാക്കി വെച്ചിരിക്കുന്നു. ഇതൊക്കെ കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് കുറച്ച് സമയമുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ചിന്തിക്കാം. സ്തോത്രം. ആമേൻ. ദൈവത്തിന്റെ ദാസന്മാരെ ദൈവസഭയിലാക്കി വെച്ചിട്ടുണ്ട്. ഈ എഫേസ്യ ലേഖനം തന്നെ അതിന്റെ 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ, അല്ലെങ്കിൽ 15ഉം 16ഉം ഒന്ന് വായിച്ചാട്ടെ. 15 and 16. ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴയുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിനും വളരുവാൻ ഇടയാകും. ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ചും ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കുവാനുള്ളത് ഏതു സന്ധ്യയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്നും ഉയർച്ച പ്രാപിക്കുന്നു. സ്നേഹത്തിലുള്ള വർധനയ്ക്കായിട്ടാണ് ഇതെല്ലാം നടക്കുന്നത്. സ്നേഹത്തിലുള്ള വർധന. നമ്മൾ ശ്രദ്ധയോടൊന്നായിരിക്കണേ. നമ്മുടെ ലൈഫിൽ
സ്നേഹത്തിന്റെ വർധനവ് വരുന്നതിലൂടെയാണ് ആത്മീക വളർച്ച സംഭവിക്കുന്നത്. ആത്മീക വളർച്ച അതെങ്ങനെ നടക്കുന്നതെന്നാണ് ഈ ലേഖനത്തിൽ പറഞ്ഞത്. തൊട്ടു മുകളിൽ 11-ാമത്തെ വാക്യം അതിനുവേണ്ടി ദൈവം എന്ത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞത്, അവൻ ചിലരെ അപ്പോസ്തോലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരുമായി നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും ഐക്യതയിലും തികഞ്ഞ പുരുഷത്വം ക്രിസ്തുവിനുള്ള സമ്പൂർണ്ണതയായ പ്രായത്തിന് അളവ് പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന് ആത്മീക വർധനയ്ക്കുമാകുന്നു. അങ്ങനെയുള്ള ആത്മീക വർധനയുടെ ഭാഗം പറഞ്ഞിട്ടാണ് സ്നേഹത്തിന്റെ വർധനവ് പറയുന്നത്. എന്താണ് കൊലോസ്യ ലേഖനത്തിൽ ഈ ഭാഗമായിട്ടൊന്ന് ചേർത്ത് ചിന്തിച്ചാൽ, ആ കൊലോസ്യ ലേഖനം 3:14 ഒന്നുകൂടെ നോക്കിയേ. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. ഒരു വ്യക്തി സമ്പൂർണനാണ്, ആത്മീയതയുടെ മെച്ചൂരിറ്റിയിലേക്ക് വരുന്നത് എപ്പോഴാണ്? സ്നേഹത്തിൽ വളരുമ്പോഴാണ്, മറ്റൊന്നുമല്ല. ഒരു വ്യക്തി കർത്താവിന്റെ സ്നേഹം എത്ര ആഴത്തിൽ മനസ്സിലാക്കിയോ, മറ്റുള്ളവരെ കർത്താവ് സ്നേഹിച്ചതുപോലെ സെൽഫിഷ് അല്ലാത്ത സ്നേഹത്തിൽ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് മെച്യൂരിറ്റി എന്ന് പറയുന്നത്, സമ്പൂർണത എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ജ്ഞാനവാദക്കാർ സമ്പൂർണത എന്ന് പറഞ്ഞ ജ്ഞാനത്തിന്റെ പൂർണ്ണതയെ അപ്പോസ്തലനായ പൗലോസ് ആ വാക്ക് ഇവിടെ കടമെടുത്തിട്ട്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി അതേ ലാംഗ്വേജിൽ സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് പരിപൂർണരാകണമോ? സ്നേഹത്തിൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. സ്നേഹത്തിൽ വളർന്നാലേ നിങ്ങൾ പരിപൂർണരാകത്തുള്ളൂ. സ്നേഹത്തിൽ വളർന്നാലേ നിങ്ങൾക്ക് വളർച്ച പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. മറ്റൊന്നും നിങ്ങളെ ആത്മീക വർധനവിലേക്ക് വരുത്തുന്നതല്ല. സ്നേഹമാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം. സ്തോത്രം. നമുക്ക് ഈ ഭാഗങ്ങളെ കുറിച്ച് കുറച്ച് വ്യക്തമായിട്ട് ചിന്തിക്കാം. ഞാനത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോലെ പറയുകയാണ്. സ്തോത്രം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എങ്ങനെയാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കാൻ കഴിയുന്നത്? വചനത്തിൽ കൂടിയോ അല്ലാതെയോ ഡയറക്റ്റ് നമുക്ക് മനസ്സിലാക്കി. ഇത് നമുക്ക് അവസാനം മനസ്സിലാക്കിയിട്ട് ഇന്ന് രാത്രിത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കാം. ദൈവത്തിൽ നിന്ന് തന്നെ ദൈവവചനത്താലോ നമ്മൾ മനസ്സിലാക്കി ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴത്താൽ കർത്താവിനോടുള്ള സ്നേഹത്തെ മനസ്സിലാക്കി നമ്മുടെ ലൈഫിൽ സ്നേഹം തുടങ്ങി വരും. പിന്നീട് നമുക്കൊരു പ്രസംഗത്തിന്റെ ഒരുപക്ഷെ ആവശ്യം കാണത്തില്ല, അല്ലെങ്കിൽ മറ്റൊരാൾ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയമല്ല. നമുക്ക് ഓൾറെഡി ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴത്തെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. നമുക്ക് ഈ ഭാഗത്തെ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ ഒരു വേദഭാഗം വായിക്കാം. കൊരിന്ത്യ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. ഇവിടെയാണ് നമ്മൾ അല്പം ശ്രദ്ധയോടെ ഈ ഭാഗത്തെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. 1 കൊരിന്ത്യ ലേഖനം അതിന്റെ 13-ാം അധ്യായം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ്. ദൈവസന്നിധിയിൽ നമുക്ക് പലവട്ടം ഒരുപക്ഷെ കാണാതെ നമുക്ക് അറിയാവുന്ന ഒരു വേദഭാഗം കൂടി ആയിരിക്കാം. 1 കൊരിന്ത്യ ലേഖനം 13-ാം അധ്യായം. അത് വായിക്കുക എന്നത് കുറച്ച് കൂടുതലുള്ളതായതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ പറയുമ്പോൾ ജസ്റ്റ് ആദ്യത്തെ ഒരു 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോട്ടെ. ജസ്റ്റ് 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോട്ടെ. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. യെസ്, സത്യത്തിൽ ഇന്ന് രാത്രിയിൽ ഈ വചനത്തിന് മുന്നിൽ സ്നേഹത്തിന്റെ ഭാഗത്തെ പഠിക്കുന്ന വഴിയിൽ ഇന്ന് രാത്രിയിൽ നമ്മുടെ ശ്രദ്ധ നമ്മുടെ ഈ കൊരിന്ത്യ ലേഖനത്തിലേക്ക് നമുക്കൊന്ന് കൊണ്ടുവരാം. ഈ സ്നേഹത്തെ പറ്റി അപ്പോസ്തലനായ പൗലോസ് എപ്പോഴാണ് പറയുന്നതിന്റെ പശ്ചാത്തലം നമുക്കൊന്ന് നോക്കാം. ഞാൻ സിമ്പിളായി വേഗത്തിൽ ഇതിന്റെ പശ്ചാത്തലം മുഴുവൻ പറയാനുള്ള സമയമില്ല. എങ്കിലും ഞാൻ ഇത് സ്നേഹത്തെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് വേഗത്തിൽ ശ്രദ്ധയോടെ ഈ കൊരിന്ത്യ ലേഖനത്തിൽ സ്നേഹത്തെ പറയുന്ന പശ്ചാത്തലം ഒന്ന് നോക്കണമെങ്കിൽ തൊട്ടു മുകളിലത്തെ അധ്യായത്തിന് അറ്റ്ലീസ്റ്റ് പകുതി മുതലെങ്കിലും നമ്മൾ നോക്കണം. സ്തോത്രം. ജസ്റ്റ് അതിന്റെ തൊട്ട് മുകളിലത്തെ അധ്യായമായ 12-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാട്ടെ. വായിക്കണമെന്നില്ല, അത് തൊട്ട് മുകളിലുള്ളത് പോലെ വായിച്ചാട്ടെ. പക്ഷെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറി ഏക ആത്മാവിനെ സ്നാനമേറ്റും എല്ലാവരും ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. ശരീരം ഒരു അവയവം അല്ല, പലതത്രേ. ഞാൻ കൈയല്ലാത്തത് കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാൽ പറയുന്നത് എങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധയോടെ നോക്കിയിരുന്നിട്ട് നമുക്ക് ആ വചനത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ എന്താ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്? സഭയെ പറ്റി പറയുക. പരസ്പരം നമ്മൾ അവയവങ്ങളാണ്. പരസ്പരം ഒരവയവം മറ്റൊരവയവത്തെ അത്യാവശ്യമുള്ളതാണ്. നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല ആ വ്യക്തി ഒന്നും സഭയിലില്ലേ, കുഴപ്പമില്ലായിരുന്നു. പറ്റത്തില്ല. അവിടെ എന്താണ് പറയുന്നത്? ബലം കുറഞ്ഞവ എന്ന് നമുക്ക് തോന്നുന്ന അവയവങ്ങൾ തന്നെ
ആവശ്യമുള്ളവയാകുന്നു. അവിടെ കൊണ്ട് തീരുന്നോ? അവനില്ല. അവൻ ശരീരത്തിൽ മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നവയ്ക്ക് നാം അധികം മാനമാണ്. ഇതിന്റെ അർത്ഥത്തിലേക്ക് ഞാൻ പോകുന്നില്ല, നിങ്ങൾ തന്നെ അത് മനസ്സിലാക്കി എടുത്താട്ടെ, വേഗത്തിൽ മനസ്സിലാകുന്ന കാര്യങ്ങളാണല്ലോ. അപ്പം അവൻ പറയുകയാണ്, സകലവും ഒരു അവയവം എങ്കിൽ ശരീരം എവിടെ? എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്ന് തന്നെ. കണ്ണിന് കൈയോട് നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും തലയ്ക്ക് കാലുകളോട് നിങ്ങളെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂടാ. ശ്രദ്ധയോടൊന്നായിരുന്നാട്ടെ. സഭയ്ക്കകത്ത് ആത്മീക സഭാന്തരീക്ഷത്തിൽ ഒരു വ്യക്തി, ആ വ്യക്തി ഇല്ലെങ്കിലും സഭ നടക്കുമെന്ന് ഒരു വ്യക്തി അങ്ങ് പറഞ്ഞാൽ, ആ വ്യക്തി യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ദൈവത്തിനെതിരെ നമ്മൾ സംസാരിക്കുകയാണ്. കാരണം ആ വ്യക്തിയെയും ദൈവം നമ്മുടെ സഭയിലാക്കി വെച്ചത് ഒരു ദൈവിക പദ്ധതിയോടെയാണ്. ഈ കൂട്ടായ്മയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരേ ഗുണങ്ങളായിട്ടല്ല, ഒരേ ശുശ്രൂഷയായിട്ടല്ല, ഒരേ വെളിപ്പാടായിട്ടല്ല, ഒരേ വഴികളിലല്ല ദൈവം വളർത്തി ഉപയോഗിക്കുന്നത്. ഓരോ വ്യക്തികളെയും ഓരോ നിലയിലാണ് ദൈവത്തിന്റെ ആത്മാവ് ശുശ്രൂഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എല്ലാവരെയും ഉപയോഗിക്കുന്ന ദൈവമാണ്. എല്ലാവരിലും പകർന്നിരിക്കുന്നത് ഒരേ ആത്മാവാണ്. ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് കറണ്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് പല ഉപകരണങ്ങൾ പല രീതിയിൽ, ഫാനിലേക്ക് വന്നത് കറക്കുകയും ലൈറ്റിലേക്ക് വന്നത് വെളിച്ചം തരികയും മൊബൈലിലേക്ക് വന്നത് കോൾ ചെയ്യാൻ ഉപയോഗിക്കുകയും ചെയ്യുന്നത് പോലെ ഒരേ ആത്മാവ് നമ്മളിൽ വന്നിട്ട് വിവിധ നിലവാരങ്ങളിൽ ദൈവിക ശുശ്രൂഷകളുടെ ഭാഗമാകുന്നത് പോലെ ആർക്കും ആരെയും വേണ്ടാന്ന് വെക്കാൻ പറ്റില്ലെന്നാണ് ദൈവവചനത്തിന്റെ അർത്ഥം. അങ്ങനെ നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഒരു ശരീരമാകുകയില്ല. ഏകാഗ്രതയോടെ നമ്മൾ ഐക്യതപ്പെടുവാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും സ്നേഹത്തിൽ നമുക്ക് വളരാനും പറ്റത്തില്ല. മാനമില്ലാത്ത ശരീരമെന്ന് നമുക്ക് തോന്നുന്ന അവയവങ്ങളും മാനമാണെന്ന് പറയുന്ന നമുക്ക് തോന്നുന്ന അവയവങ്ങളും എല്ലാം ശരീരത്തിന് അത്യാവശ്യമാകുന്നത് പോലെ, അതിനെല്ലാം അതിൻ്റെതായ ചെറുതും വലുതുമായ ദൈവിക പദ്ധതികൾ ഉള്ളതുപോലെ സഭയുടെ അകത്ത് ഒരാൾ വേണ്ടാന്ന് വെക്കുവാനോ, നമ്മുടെ ആത്മീക ബന്ധങ്ങളിൽ ഇദ്ദേഹം ഇല്ലെങ്കിൽ നന്നായിരുന്നെന്ന് ചിന്തിക്കുവാനോ നമ്മൾ അങ്ങനെ പോകുന്നെങ്കിൽ, യഥാർത്ഥമായി ആ വ്യക്തി രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ നമുക്കൊരിക്കലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വളരാൻ പറ്റത്തില്ല. നമുക്ക് അതിലേക്ക് വരാൻ പോകുന്നത്. ശ്രദ്ധയോടെ നമുക്ക് ആ ഭാഗങ്ങളെ ഒന്ന് ചിന്തിച്ചാട്ടെ. എന്നിട്ട് അതിന് പകരമായിട്ട് അപ്പോസ്തലനായ പൗലോസ് എന്താ പറയുന്നത്? 12-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ, ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിനെ അധികം മാനം കൊടുത്ത് ശരീരത്തെ കൂട്ടിച്ചേർക്കുന്നു. അതിനാൽ ഒരു അവയവം കഷ്ടം അനുഭവിക്കുമ്പോൾ മറ്റ് അവയവങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നത്? കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ അവയവങ്ങളൊക്കെ കഷ്ടം അനുഭവിക്കുന്നു. ഒരവയവത്തിന്റെ മാനം അവയവങ്ങളൊക്കെയും സന്തോഷിക്കുന്നു. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും അവന്റെ വെവ്വേറെ അവയവങ്ങളുമാകുന്നു. ഇനി നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. സഭയുടെ അകത്ത് വിവിധ നിലവാരങ്ങളിൽ ദൈവമാക്കി വെച്ചിരിക്കുന്നവരെ നമുക്കാർക്കും നമ്മുടെ ചിന്തയ്ക്കനുസരിച്ച് അവർ ചിന്തിക്കാത്തത് കൊണ്ട് വേണ്ട എന്ന് വെക്കാൻ പറ്റത്തില്ല. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. ദൈവം അവരെ ആക്കി വച്ചിരിക്കുന്ന ശുശ്രൂഷയുടെ മാന്യതയും ദൈവത്തിന്റെ ഇഷ്ടവും നമ്മൾ മനസ്സിലാക്കാതിരിക്കുകയാണെന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ആ വചനത്തിലേക്ക് ഒന്ന് വരാം. എന്താണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്? അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തെന്നാ പറയുന്നത്? ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെയുള്ള ഓരോരുത്തരെ നിയമിക്കുകയും വീര്യപ്രവർത്തിക, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും എല്ലാവരും അപ്പോസ്തലന്മാരോ, എല്ലാവരും പ്രവാചകന്മാരോ, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ, എല്ലാവരും വീര്യപ്രവർത്തികൾ ചെയ്യുന്നവരോ, എല്ലാവരും രോഗശാന്തി വരമുണ്ടോ, എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നുവോ, എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ? ഇതാണ് പശ്ചാത്തലം. ശ്രദ്ധയോടൊന്നിരിക്കണേ. സഭ ഒന്നായിട്ടിരിക്കാൻ പൗലോസ് 12-ാം അധ്യായത്തിൽ പറയുന്ന ഓപ്ഷൻ എന്താണ്? നിങ്ങളിൽ ആത്മാവ് പകർന്നിട്ടുണ്ട്, ആത്മാവിന്റെ വിവിധ വരങ്ങളാൽ നിങ്ങൾ ഒന്നായിത്തീരണം. അതിനു വേണ്ടി വിവിധ വരങ്ങളെ ദൈവസഭയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധയോടെ, ഞാൻ അതല്ല എന്റെ വിഷയമെങ്കിലും ഞാൻ ഒരു ഭാഗം ഇതിനകത്തുനിന്ന് പറഞ്ഞോട്ടെ. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാരെ മാത്രമാണ് ഇഷ്ടം, വചനം പഠിപ്പിക്കുന്നവരെ ഇഷ്ടമല്ല. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർക്ക് ഉപദേഷ്ടാക്കന്മാരെ മാത്രമാണ് ഇഷ്ടം, അപ്പോസ്തലന്മാരെയോ അല്ലെങ്കിൽ എന്താണ് പറയുന്നത് മറ്റ് ശുശ്രൂഷകന്മാരെ, രോഗശാന്തികളുടെ വരമുള്ളവരെയോ അല്ലെങ്കിൽ പരിപാലന വരമുള്ളവരെയോ അല്ലെങ്കിൽ പ്രവചന വരമുള്ളവരെയോ ഇഷ്ടമല്ല.
അത് തെറ്റാണ്. ദൈവം സഭയിൽ ഇതെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ആത്മീയതയുടെ വളർച്ചയിൽ മുന്നോട്ട് പോകുന്ന, ഞാൻ മുമ്പേ പറഞ്ഞ സ്നേഹത്തിന്റെ മെച്ചൂരിറ്റിയിൽ ക്രിസ്തുവുമായി ആത്മീകമായി വളർന്ന വ്യക്തിക്ക് ഒരുപക്ഷെ രോഗശാന്തിയുടെ വരപ്രാപ്തന്റെ അടുക്കൽ പോകേണ്ട ആവശ്യമില്ല. കാരണം അവർ ക്രിസ്തുവുമായി കണക്റ്റഡ് ആയി ദൈവത്തിൽ അവർ വളർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആത്മീകത്തിൽ തുടക്കക്കാർ നമ്മുടെ സഭയിൽ ഉണ്ടെങ്കിൽ അവിടെ രോഗശാന്തി ശുശ്രൂഷയുടെ ആവശ്യമുണ്ട്. ഞാനല്ല പറയുന്ന, ബൈബിൾ പറയുന്നതാ. ദൈവം സഭ ഒന്നിച്ചു വെക്കാൻ വേണ്ടി ദൈവം വെച്ചതാ. എനിക്ക് ബൈബിൾ ക്ലാസ് മാത്രമേ ഇഷ്ടമുള്ളൂ, അതുകൊണ്ട് ബൈബിൾ ക്ലാസ് മാത്രം സഭയിൽ മതി എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. സഭയ്ക്കകത്ത് ദൈവമാക്കി വെച്ചിരിക്കുന്നത് രോഗശാന്തി ശുശ്രൂഷ ഉണ്ട്. ദൈവം സഭയ്ക്കകത്ത് നമ്മൾ എന്ന് പറയുന്ന പ്രവചനമല്ല, പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന പ്രവചനമല്ല, ക്രിസ്തുവിൽ ആത്മീക വർധനയ്ക്കായി ദൈവം കൊടുത്ത വരമായ, ആത്മാവിന്റെ വരമായ സഭ ഒന്നായി നിൽക്കേണ്ടതിനായി ദൈവാത്മാവിനാൽ പണിയപ്പെടുന്ന വരം ദൈവം തന്നെ സഭയിലാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നതല്ല, ബൈബിൾ പറയുന്നതാണ്. എന്നിട്ട് എന്താ പറയുന്നത്? ആമേൻ. പരിപാലന വരം, സഹായിക്കുവാനുള്ള വരം, ഇതെല്ലാം കൂടി ചേരുന്നതാ സഭ. ഇവിടെ ബൈബിൾ ക്ലാസ് മാത്രം മതി, ഇവിടെ പ്രവചനം മാത്രം മതി, ഇവിടെ രോഗശാന്തി മാത്രം മതി, ഇവിടെ ഭാഷാവരം മാത്രം മതി, ഇവിടെ പ്രവചനം മാത്രം, അതല്ല, ഇതെല്ലാം വേണം. ഇതെല്ലാം വേണം. ഇതെല്ലാം കൂടെ ഉണ്ടെങ്കിലേ ഒരു സഭയായി നമുക്ക് പണിയപ്പെടാൻ പറ്റും. കൈ മാത്രം നീണ്ടുപോയാൽ പോരാ, തല മാത്രം നീണ്ടുപോയാൽ പോരാ, നാവ് മാത്രം നീണ്ടുപോയാൽ പോരാ, കാല് മാത്രം നീണ്ടുപോയാൽ പോരാ. അങ്ങനെയാണെങ്കിൽ ദൈവം എന്തുദ്ദേശത്തോടു കൂടി ഒരു സഭയിൽ ആളുകളെ ആക്കി വെച്ചിരിക്കുന്നുവോ അത് ദൈവിക പദ്ധതിയാണെന്ന് ഉൾക്കൊള്ളുമ്പോഴാണ്, അംഗീകരിക്കുമ്പോഴാണ് സഭ സ്നേഹത്തിൽ വളരുന്നത്. ഈ ഐക്യതയെ പറ്റി പറയുകയാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കണേ, ഇതാണ് ഒരു വഴി അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അത് പറഞ്ഞതിന് ശേഷമാണ് 12ന്റെ അവസാനത്തെ വാക്യത്തിൽ പറയുന്നത്, എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ, എല്ലാവരും ഭാഷാപരങ്ങൾ സംസാരിക്കുന്നുവോ എന്ന് ചോദിച്ചിട്ട് പറയുകയാണ്, ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പീൻ, ഇനി അതിശ്രേഷ്ഠമായ ഒരു മാർഗം നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എന്താ പറയുന്നത്? ലോകത്തിലെ ജീവിതത്തിൽ സഭ ഐക്യതയായി പോകുവാനും സഭ ക്രിസ്തുവിൽ വളരുവാനും ദൈവം ആത്മീക വരങ്ങളാൽ ആക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ അതിനു മുകളിലുള്ള ഒരു ദൈവത്തിന്റെ പദ്ധതിയാണ് സ്നേഹത്താൽ പണിയപ്പെടുക എന്നത്. വരത്തിനു മുകളിൽ. സ്തോത്രം. ഈ വരത്താൽ ഒരു സഭ വളർത്തപ്പെട്ടാൽ വരത്തേക്കാൾ ആ സഭ വളരും. ഞാൻ പറഞ്ഞത് നിങ്ങളോളം എത്തുന്നുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുക, തെറ്റിദ്ധരിക്കരുത്. സ്തോത്രം. വരവും ദൈവം വെച്ചിട്ടുള്ളതാണ് ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടി. എന്നാൽ വരത്തേക്കാൾ വളരുവാൻ ദൈവം വെച്ചിരിക്കുന്ന ഒരു വലിയ ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്താൽ സഭ വളരട്ടെ. ആ സ്നേഹത്തിന്റെ മെച്ചൂരിലേക്ക് വന്നെങ്കിൽ വരത്തിനു മുകളിലുള്ള ഒരു വളർച്ചയാണ്. അവിടെ ഭാഷാവരത്തേക്കാൾ, പ്രവചനത്തെക്കാൾ അവർ മുകളിൽ വളരുകയാണ്. സ്നേഹത്തിൽ വളരുന്നുണ്ടെങ്കിൽ, അത് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. അതുള്ളപ്പോൾ തന്നെ ആത്മീകത്തിൽ പുതുക്കത്തിൽ കടന്നു വരുന്നവരും ആത്മീകത്തിൽ പഴക്കത്തിൽ കടന്നു പോകുന്നവരും തീർച്ചയായും വരങ്ങൾ പ്രാക്ടീസ് ചെയ്യട്ടെ. പക്ഷെ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ മെച്ചൂരിറ്റിയിലേക്ക് വരുന്ന വഴിയിൽ നമ്മൾ ചില വരങ്ങൾ ഉള്ളത് കൊണ്ടല്ല സ്നേഹത്തിൽ നിലനിൽക്കുന്നത്. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴം നമ്മൾ വളർച്ചയിൽ മനസ്സിലാക്കി മറ്റുള്ളവരെ സ്നേഹിച്ച് വളരുന്ന വഴിയിലാണ് ഈ സ്നേഹത്തിൽ നമ്മൾ വളരുന്നത്. നമുക്ക് ആ വാക്കൊന്ന് ശ്രദ്ധിച്ചാട്ടെ. എന്താ ഒന്നാമത്തെ വാക്യം പറയുന്നത്? ദൂതൻ അന്യഭാഷയല്ല വലുത്, അതിനേക്കാൾ വലുതാണ് സ്നേഹം. എന്താണ് അവിടെ പറയുന്നത്? ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളെ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രയും. എന്താണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അന്യഭാഷ സംസാരിക്കുന്നുണ്ട്, എന്നാൽ പരസ്പരം സഭയിൽ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്താണ്? അതുകൊണ്ട് ഒരർത്ഥവുമില്ലെന്ന്. ഞാനല്ല കേട്ടോ, അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, സ്നേഹമില്ലെങ്കിൽ നമുക്ക് പാട്ടിട്ട് പ്രാർത്ഥിച്ച് ആരാധിച്ചു കഴിയുമ്പോൾ ഒരിക്കലും നിർത്തുവാൻ കഴിയാത്ത രീതിയിൽ പ്രവചനമോ അന്യഭാഷയിലോ നമ്മൾ സംസാരിക്കുന്നവരാകുകയും സഭയ്ക്കകത്തിരിക്കുന്ന വ്യക്തിയുമായി കൈകൊടുത്ത് സ്തോത്രം പറയാൻ കഴിയത്തുമില്ലെങ്കിൽ മറ്റേതിനകത്ത് അർത്ഥമില്ലെന്നാണ് ഈ വചനത്തിന്റെ അർത്ഥം. കാരണം
വരത്തിനു മുകളിലാണ് സ്നേഹം കിടക്കുന്നത്. ആത്മീക വളർച്ചയിൽ വരത്തിനു മുകളിലാണ് സ്നേഹം. വരം വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ബൈബിൾ പറയുന്നില്ല. പക്ഷെ അതിശ്രേഷ്ഠമായ മാർഗം എന്ന് പറയുന്നത് സ്നേഹമാണ്. നിങ്ങൾ എത്ര മിനിറ്റ് സഭയ്ക്കകത്ത് അന്യഭാഷ പറഞ്ഞു, പ്രവചിച്ചു എന്നുള്ളതിനേക്കാൾ ദൈവം ഇന്ന് രാത്രിയിൽ ആത്മീക വളർച്ചയുടെ പെർഫെക്ഷനിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന, പക്വതയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന, സ്നേഹത്തിൽ വളരുവാൻ ആഗ്രഹിക്കുന്നവരോട് ദൈവം പറയുകയാണ്, നിങ്ങളുടെ സഭയിലുള്ള, നിങ്ങളുടെ കൂട്ടായ്മയിലുള്ള, നിങ്ങളുടെ കുടുംബത്തിലുള്ള എത്ര വ്യക്തികളുമായി നിങ്ങൾക്ക് സ്നേഹബന്ധമുണ്ട്? ഇടം വെച്ചിട്ടുണ്ടോ? ഓർത്തോണേ. ദൈവസന്നിധിയിൽ ദൈവസന്നിധിയിൽ ആ ശക്തിയുടെ ആഴം മനസ്സിലാക്കുവാൻ, അർത്ഥം മനസ്സിലാക്കുവാൻ ദൈവം നമുക്ക് കഴിയട്ടെ. കർത്താവ് നമ്മളോട് എത്രത്തോളം സ്നേഹിച്ചു എന്നുള്ള ആഴം മനസ്സിലാക്കാൻ ദൈവം നമുക്ക് തരുന്ന വ്യവസ്ഥകളാണ്. രണ്ടാമത്തെ വാക്കുകൾ എന്താ പറയുന്നത്? എനിക്ക് പ്രവചനപരമുണ്ടായി, മർമ്മങ്ങളെ സകല ജ്ഞാനവും ഗ്രഹിച്ചു. ബൈബിളിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വചനങ്ങൾ എന്നേക്കായി നന്നായിട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കാം ചില ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ പരസ്പരം സ്നേഹമില്ലെങ്കിൽ, ഞാനല്ല, ബൈബിളാണ് പറയുന്നത്, എനിക്ക് പ്രവചനപരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്കവണ്ണ വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്ക് പാസ്റ്ററെ ബൈബിളിലെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ ക്രമമായി പറയാൻ അറിയാം. എനിക്ക് 2 പുസ്തകം മുഴുവൻ കാണാതെ പറയാൻ അറിയാം. എനിക്ക് ദൈവദാസന്മാരെ കൈത്താങ്ങാൻ അറിയാം. എനിക്ക് ഒത്തിരി നന്മകൾ ചെയ്യാൻ അറിയാം. ഓക്കെ, ഞാൻ സകല മർമ്മങ്ങളും പ്രസ്താവിക്കാൻ എനിക്കറിയാം. പക്ഷെ ദൈവം ചോദിക്കുകയാണ്, അതിന്റെ കൂടെ അതൊക്കെ നല്ല കാര്യമാണ്, നടക്കട്ടെ, സ്നേഹമുണ്ടോ? സ്നേഹത്തിൽ വളരാൻ നിങ്ങൾ ക്രിസ്തുവിൽ പരസ്പരം ശ്രമിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അത് ദൈവത്തിന്റെ ഹിതമായി മനസ്സിലാക്കി അതിൽ വളരുന്നില്ലെങ്കിൽ ഇതെല്ലാം വെറുതെയാണെന്നാണ് ദൈവവചനം പറയുന്നത്. 3-ാമത്തെ വാക്യം എന്താ പറയുന്നത്? എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ ഒരു പ്രയോജനവുമില്ല. ശക്തമായ ചാരിറ്റി ചെയ്യുന്നവരാണ്, കഷ്ടങ്ങളിലിരിക്കുന്നവരെ സഹായിക്കുന്നവരാണ്, ജീവൻ കൊടുത്തു സുവിശേഷ വേല ചെയ്യുന്നവരായിരിക്കാം. പക്ഷെ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കി പരസ്പരം സ്നേഹിച്ചും ക്രിസ്തുവിനെ സ്നേഹിച്ചും ക്രിസ്തുവിന്റെ സ്നേഹത്തെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു ആത്മീക വളർച്ചയിലേക്ക് നമ്മൾ വളരുന്നില്ലെങ്കിൽ നമ്മൾ ആ ചെയ്യുന്നതെല്ലാം ലോകമനുഷ്യൻ ചാരിറ്റി ചെയ്യുന്നത് പോലെയുള്ളൂ. സ്തോത്രം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും മറ്റുള്ളവരോട് ചെയ്തിട്ട് പുകഴുവാനോ അവർ നമ്മളെ വേദനിക്കുമ്പോൾ ദുഃഖിക്കുവാനോ ഒരിക്കലും സാധ്യതയില്ല. നിങ്ങൾ ദൈവാത്മാവിലാണ് ചാരിറ്റി ചെയ്തതെങ്കിൽ ഈ 2 കാര്യം നോക്കിയാൽ മതി. ഈ 2 കാര്യം നോക്കിയാൽ മതി. എന്തൊക്കെയാ? അവർ നമ്മളെ വേദനിച്ചപ്പോൾ നാം കൊടുത്തത് ദുഃഖിച്ചോ, അല്ലെങ്കിൽ അതിൽ നമ്മൾ പുകഴുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ദൈവാത്മാവിലാണ് നമ്മൾ കൊടുത്തതെങ്കിൽ ഒരിക്കലും നമ്മൾ അതിൽ പുകഴത്തുന്നുമില്ല, അതിൽ നമ്മൾ റിഗ്രറ്റ് ചെയ്യുന്നതുമില്ല, അതിൽ നമുക്ക് ദുഃഖവും ഇല്ല. സ്തോത്രം. കാരണം ദൈവാത്മാവിൽ ദൈവം ചെയ്തതാ. സ്തോത്രം. യേശു ക്രൂശിൽ മരിച്ചതിനെ ഓർത്ത് യേശു ഒരിക്കലും ദുഃഖിക്കുന്നില്ല. ഏറ്റവും വലിയ നന്മ അതായിരുന്നല്ലോ കർത്താവ് നമുക്ക് തന്നത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ എത്ര അന്നദാനം ചെയ്താലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. പിന്നെ എന്താ സ്നേഹം? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചതാണ് സ്നേഹം. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, സ്നേഹം അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാൾ മുതിർന്നു പോകുകയില്ല. പ്രവചനപരം നീങ്ങിപ്പോകും, ഭാഷാപരം നിന്നുപോകും, ജ്ഞാനവും നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം വരുമ്പോൾ അംശമായി മാത്രം നാം പ്രവചിക്കും. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. അതിന്റെ അവസാന വാക്യം, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ 3 നിലനിൽക്കുന്നു, ഇവയിൽ വലുതോ സ്നേഹം തന്നെ. 14-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം, സ്നേഹമാചരിപ്പാൻ ഉത്സാഹിപ്പീ. ഇന്ന് രാത്രിയിൽ ഞാൻ ഈ മെസ്സേജിനെ കൺക്ലൂഡ് ചെയ്യാൻ പോകുന്ന വഴിയിൽ 1-2 കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. സ്നേഹത്തിൽ നിങ്ങൾ എത്രമാത്രം വളർന്നു എന്ന് ഇന്ന് രാത്രിയിൽ നമ്മളെ തന്നെ ശോധന ചെയ്യുവാനിടയാകട്ടെ. സ്നേഹം നമ്മളിൽ വളരുന്നില്ലെങ്കിൽ നമ്മൾ ആത്മീകമായി വളർന്നിട്ടില്ല.
ഞാൻ രണ്ടുപേരെയും കൂടെ ഈ വർഷം സ്നാനപ്പെടുത്തിയത് കൊണ്ട് ഞാൻ ആത്മീയമായി വളർന്നെന്ന് വരുന്നില്ല. ഞാൻ കുറച്ചു കാലം ജയിലിൽ കിടന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ ഞാൻ ആത്മീയമായി വളർന്നില്ല. ആത്മീയമായ വളർച്ചയുടെ ഏക ലക്ഷണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ പരിപൂർണത എന്ന് പറയുന്നത്, എത്രമാത്രം നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ എത്രമാത്രം നിങ്ങൾക്ക് ക്രിസ്തുവിനെ സ്നേഹിക്കാൻ കഴിയുന്നു. ഇത് രണ്ടും ഒന്നാ. ക്രിസ്തുവിനെ ആഴത്തിൽ സ്നേഹിക്കാൻ കഴിയുന്നെങ്കിൽ നിങ്ങൾക്ക് കൂട്ടുപ്രവർത്തകരെയും സ്നേഹിക്കാൻ ഈ ആത്മാവിൽ സ്നേഹത്തിന്റെ വളർച്ച ഉണ്ടാകും. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ സ്നേഹം ഓൾറെഡി നമ്മുടെ ഉണ്ട്. ഇത് വളരണം. നമ്മൾ സ്നേഹം പ്രാപിച്ചു, നമ്മൾ ആരും, ഞാനും നിങ്ങളും ഇതിൽ എത്തപ്പെട്ടെന്നല്ല അവകാശപ്പെടുന്നത്. ഇതിലേക്ക് എത്തപ്പെടാനുള്ള ഒരു വിളിയാണ് കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശു കർത്താവ് തുറന്നു പറഞ്ഞു, ഞാൻ ഒരൊറ്റ കൽപ്പനയെ നിങ്ങൾക്ക് തരുന്നുള്ളൂ. എന്ത് കൽപ്പനയാ? നിങ്ങൾ ഞാൻ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുകയും, ഒന്നും പ്രതീക്ഷിക്കാതെ. ജീവൻ കൊടുക്കണമെങ്കിൽ ജീവൻ കൊടുത്ത്, അതിനേക്കാൾ വലിയ നഷ്ടം നമുക്കില്ല ദൈവമക്കളെ. അങ്ങനെയാണെങ്കിൽ യേശു നമ്മളെ സ്നേഹിച്ച സ്നേഹത്തിലേക്ക് ഇന്ന് രാത്രി പരിപൂർണതയിലേക്ക് വരുവാൻ ദൈവം നമ്മളെ വിളിക്കുക. ഞാൻ കുറച്ച് കാര്യങ്ങൾ വേദഭാഗങ്ങൾ എടുക്കാതെ വേഗത്തിൽ ഞാൻ പറഞ്ഞതിനൊന്ന് കൺക്ലൂഡ് ചെയ്യാം. യേശു തന്റെ അരിമശിഷ്യനായിരുന്ന സ്തോത്രം പത്രോസിനോട് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ താൻ ദൈവത്തിൽ നിന്നും ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും ദൂരെയായി പോയ സമയത്ത് തന്നെ വിളിച്ചിരുത്തിയിട്ട് പ്രാതൽ കൊടുത്തതിന് ശേഷം ഒരമ്മ കെയർ ചെയ്യുന്നത് പോലെ, ഒരമ്മ സ്നേഹിക്കുന്നത് പോലെ യേശു പത്രോസിനെ അടുത്തിരുത്തി, തന്റെ ശിഷ്യന്മാരെ അടുത്തിരുത്തി വയറു നിറയെ, അല്ലെങ്കിൽ അവരുടെ ക്ഷീണം മാറ്റുവാൻ ഭക്ഷണം കൊടുത്തതിന് ശേഷം യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പത്രോസ് പറഞ്ഞു, എനിക്ക് പ്രിയമുണ്ട് കർത്താവേ. രണ്ടാമത് ചോദിച്ചു, പത്രോസേ, നിനക്കെന്നോട് സ്നേഹമുണ്ടോ? പത്രോസ് പറഞ്ഞു, എനിക്ക് പ്രിയമുണ്ട് കർത്താവേ. മൂന്നാമത് ചോദിച്ചു, നിനക്കെന്നോട് പ്രിയമുണ്ടോ പത്രോസേ? അവൻ പൊട്ടിക്കരഞ്ഞു എന്ന് ദൈവവചനം പറയുന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ ആ പ്രസംഗം പ്രസംഗിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് പറയാറുള്ളത്: പത്രോസിനോട് ചോദിച്ച സമയത്ത് പത്രോസിൽ ആ സ്നേഹമില്ല. പക്ഷെ പത്രോസിനോട് എന്തുകൊണ്ട് യേശു ആ ചോദ്യം ചോദിക്കുന്നതെന്നറിയാമോ? ആ സ്നേഹത്തിലേക്ക് പത്രോസിനെ കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് ചോദ്യം ചോദിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഞാൻ ആ വചനം ചേർത്ത് ഒന്നുകൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ. യേശു ഇന്ന് ഈ വചനം എന്നോടും നിങ്ങളോട് ഷെയർ ചെയ്യുമ്പം നമ്മളിൽ ആ സ്നേഹം ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ ഈ വചനം നമ്മളോട് സംസാരിക്കുമ്പോൾ ദൈവം നമ്മളോട് പറയുന്നത് എന്താണെന്ന് അറിയാമോ? മക്കളെ, ഞാൻ ആ സ്നേഹത്തിലേക്ക് നിങ്ങളെ വളർത്താൻ എനിക്ക് കഴിയും. ഈ ചോദ്യം പത്രോസിനോട് ചോദിക്കുമ്പോൾ പത്രോസ് ആ സ്നേഹത്തോളം വളർന്നിട്ടില്ല എന്ന് പത്രോസ് സമ്മതിക്കുന്നുണ്ടെങ്കിലും, പത്രോസിന്റെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ആ സ്നേഹത്തിന്റെ പരിപൂർണതയിലേക്ക് പത്രോസിന് വളരാൻ കഴിഞ്ഞു. തന്റെ ജീവിതത്തിന്റെ യാത്ര അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകവും തന്റെ ലേഖനങ്ങളിൽ നോക്കുമ്പോൾ അപ്പോസ്തലനായ പത്രോസിന്റെ സ്നേഹത്തിന്റെ ആഴത്തെ പത്രോസ് രുചിച്ചറിഞ്ഞ് ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് പരസ്പര സഹോദരങ്ങളെ സ്നേഹിച്ച് വളർന്നു വന്ന ഒരു പത്രോസിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ യേശു നമ്മളിൽ നിന്നും ദൈവത്തിന്റെ സ്നേഹം പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ ചോദിക്കുകയാണ്, ഇവയിലധികമായിട്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് തന്ന സകല നന്മകളെക്കാൾ ഉപരിയായി യേശുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം എന്തിനാണെന്നറിയാമോ? ആത്മീകമായ വളർച്ചയ്ക്കായിട്ട് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം അതിന്റെ 8-ാം അധ്യായം, മനോഹരമായ ബൈബിളിലെ അധ്യായമാണ്, സ്തോത്രം, അധ്യായങ്ങളിൽ ഒന്നാണ് റോമാലേഖനം 8-ാം അധ്യായം. ആ 8-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് തന്റെ ജനത്തോട്, അല്ലെങ്കിൽ റോമാസഭയോട്, അല്ലെങ്കിൽ റോമാസഭ വഴി നമ്മളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുന്നതാര്? കഷ്ടതയോ, ആപത്തോ, വാളോ, പട്ടിണിയോ, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ, ഇങ്ങനെ യാതൊന്നും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ല. യേശു ഡിമാൻഡ് ചെയ്ത ദൈവത്തിന്റെ സ്നേഹം പൗലോസ് തന്റെ ജീവിതത്തിന്റെ ആത്മീക യാത്രയിൽ വിവിധ കഷ്ടങ്ങളുടെ വഴികളിൽ കൂടി അനുഭവിച്ചറിഞ്ഞ് പരസ്പര സ്നേഹത്തോടെ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക്, പരിപൂർണതയിലേക്ക് വളരപ്പെടുന്ന വഴിയിൽ അപ്പോസ്തലനായ പൗലോസ് ദൈവസ്നേഹത്തിന്റെ ആഴം നേടിയെടുത്തതിന് ശേഷം പറയുകയാണ്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ആർക്കും വേർപിരിക്കാൻ പറ്റത്തില്ല. എന്റെ ജീവിതത്തിൽ പട്ടിണി വരട്ടെ, എന്റെ ജീവിതത്തിൽ നഗ്നത വരട്ടെ, ആപത്ത് വരട്ടെ, വാള് വരട്ടെ, കഷ്ടത വരട്ടെ, ഇതിനൊന്നിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ല. കാരണം ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് ഞാൻ വളർന്നു. എന്റെ ജീവിതത്തിൽ ആത്മീകമായ വളർച്ചയുണ്ടായി. അതിന് തൊട്ടുമുകളിലത്തെ വാക്യത്തിൽ പറയുന്നു, ആത്മാവ് ഒരു വ്യക്തിയിൽ വന്നിട്ട് ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആ
ആത്മാവിൽ തന്നെ അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തുവിന് അനുരൂപരാകുന്ന രീതിയിൽ വളർന്നു വരുന്ന വഴിയിൽ, സ്നേഹത്തിന്റെ വഴിയിലേക്ക് വളർന്നു വരുവാനിടയായി. ഞാൻ ഇങ്ങനെ പറഞ്ഞതിനെ അവസാനിപ്പിക്കട്ടെ. ആമേൻ. യേശുവിന്റെ ജീവിതത്തിന്റെ സ്നേഹത്തെ ആഴത്തിൽ രുചിച്ചറിയുവാൻ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന വഴികളാണ് സഭാന്തരീക്ഷം, കൂട്ടായ്മകൾ. അങ്ങനെ കൂട്ടായ്മ ബന്ധത്തിൽ കൂടി ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് വളരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ ഇതിനിടയിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ദൈവം നമ്മുടെ മുന്നിലൊക്കെ ചില ആളുകളെ കൊണ്ടുവരുന്നത് എന്തിനാണെന്നറിയാമോ? ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുത്താനാ. പിന്നെ എങ്ങനെയാണ് അവരുടെ തുടക്കത്തിൽ അവർ കർത്താവിന്റെ സ്നേഹം അറിയുന്നതെന്ന് അറിയാമോ? നാം അവരെ സ്നേഹിക്കുന്നതിലൂടെയാണ്. ഇപ്പോൾ നമ്മുടെ ജോങ്കിളിന്റെ ആന്റി ആമേൻ സ്തോത്രം, ആമേൻ ദുഃഖത്തിലും ആമേൻ വിഷമത്തിലുമായിരിക്കാം. അല്ലെങ്കിൽ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ മാനുഷികപരമായി ചിലപ്പോൾ ദുഃഖത്തിലേക്കൊക്കെ പോകാനും നിരാശയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നമ്മൾ ആത്മിക കൂട്ടായിൽ വരുന്ന ഈ കൂട്ടത്തിലെ ചില ആന്റിമാർ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ആന്റിയെ വിളിച്ചിട്ട് സ്നേഹത്തോടെ എന്തിരിക്കുന്നു, ഭക്ഷണം കഴിച്ചോ, സന്തോഷമായിരിക്കുന്നു എന്നൊക്കെ തിരക്കുമ്പോൾ ആ ആന്റി അതിൽ കൂടി ക്രിസ്തുവിന്റെ സ്നേഹം അറിയുന്നുണ്ട്. ആത്മീക ജീവിതത്തിന്റെ യാത്രയിൽ നമ്മൾ ആരും പരിപൂർണതയിലേക്ക് എത്തപ്പെടാത്തത് കൊണ്ട്, പരിപൂർണതയിലേക്ക് എത്തപ്പെട്ടു എന്ന് തോന്നുന്ന പത്രോസ് പോലും തിമോത്തിയോസിന് ലേഖനം എടുത്തപ്പോൾ ഇങ്ങനെ പറഞ്ഞു, എന്റെ ഒന്നാം പ്രതിഭാരത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല. അതിന്റെ അർത്ഥം എന്താ? കർത്താവ് എനിക്ക് തുണ നിന്നു എന്ന ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം പൗലോസ് മനസ്സിലാക്കുമ്പോഴും മറ്റുള്ളവരുടെ സ്നേഹത്തെ, മറ്റുള്ളവരുടെ കരുതലിനെ, മറ്റുള്ളവരുടെ ആമേൻ ആമേൻ സഹനത്തെ അല്ലെങ്കിൽ തന്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പൗലോസ് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. ദൈവത്തിന്റെ സ്നേഹം, ദൈവം ഡയറക്റ്റ് വെളിപ്പെടുത്തിയ ക്രൂശിലെ സ്നേഹം ദൈവം വെളിപ്പെടുത്തിയെങ്കിലും അത് നമ്മളിൽ കൂടെയാണ് ഇന്ന് ഇതേ ദിവസങ്ങളിൽ ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അത് നമ്മൾ വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വളരുകയുമില്ല. നമ്മളിൽ കൂടി ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവർ വളർത്തപ്പെടുകയുമില്ല. ആ സ്നേഹത്തിൽ നിന്നും മറ്റുള്ളവരെ സഹായിക്കുന്നവരാകട്ടെ, ആ സ്നേഹത്തിൽ നിന്നും നമ്മൾ മറ്റുള്ളവരെ ഫോൺ ചെയ്യുന്നവരാകട്ടെ. കേവലം പ്രാർത്ഥിക്കാൻ പാസ്റ്ററെ ദൈവം പ്രവർത്തിച്ചോളും എന്ന് പറയുകയല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ചാരിറ്റിയുടെ നന്മകൾ ചെയ്ത് വിടുകയല്ല ചെയ്യേണ്ടത്. അവരെ ഇടയ്ക്ക് ഫോൺ വിളിക്കുന്നതിലൂടെ, അവരെ കെയർ ചെയ്യുന്നതിലൂടെ, അവരെ ആമേൻ സ്തോത്രം നമ്മൾ വിളിക്കുകയും ചോദിക്കുകയും അന്വേഷിക്കുന്നതിലൂടെ അവർ പിന്നീട് പറയും, ഞാൻ തകർന്നു പോയ വഴികളിൽ അവരുടെ ഫോൺ വിളികൾ എനിക്ക് ആശ്വാസമായി. അവർ എന്നെ കെയർ ചെയ്തത് ദൈവത്തിന്റെ സ്നേഹത്തെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നീട് കുറച്ച് കാലം കഴിയുമ്പോൾ അവർ ദൈവവചനത്തിൽ കൂടി ദൈവസ്നേഹം മനസ്സിലാക്കും. പിന്നീട് കുറച്ചു കാലം മെച്യൂരിറ്റിയിലേക്ക് വരുമ്പോൾ പിന്നെ ആരും ആശ്വസിപ്പിച്ചില്ലെങ്കിലും ഒരുപക്ഷെ ആശ്വസിക്കുന്ന നിലവാരത്തിലേക്ക് അവർ മെച്യൂറായി പോകും. പിന്നീട് ഞാൻ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ആത്മീക ജീവിതത്തിന്റെ അവസാനം എന്താണെന്ന് അറിയാമോ? ആരും എന്നെ സ്നേഹിച്ചില്ലേലും കുഴപ്പമില്ല, എനിക്ക് എവിടെയെങ്കിലും സ്നേഹം കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ, ഞാൻ ആരെയെങ്കിലും സ്നേഹിക്കാനുണ്ടോ? ആ അവസ്ഥയിലേക്ക് വളർത്തപ്പെടുന്നതാണ് ബൈബിൾ നമ്മളെ വെളിപ്പെടുത്തുന്ന ആമേൻ സ്തോത്രം കൊലോസ്യ ലേഖനം നമ്മളിപ്പോൾ വായിച്ച വേദഭാഗത്തിന്റെ ആത്മീകാർത്ഥത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത്. ആമേൻ എന്താണ് അവിടെ നമ്മൾ കണ്ടത്? എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ. എന്താണ് ഞാൻ ഈ പറഞ്ഞു വന്നതെന്നറിയാമോ? ആത്മീയതയുടെ തുടക്കത്തിൽ മറ്റുള്ളവരാലാണ് ക്രിസ്തുവിന്റെ സ്നേഹം നമ്മൾ മനസ്സിലാക്കുന്നത്. കുറച്ചു മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ സഭയിലെ മറ്റ് ശുശ്രൂഷകന്മാരുടെ വാക്കുകളാലും വചനത്താലുമാണ് നമ്മൾ ദൈവസ്നേഹത്തിലേക്ക് വരുന്നത്. എന്നാൽ പിന്നീട് മുന്നോട്ട് ആത്മീക ജീവിതത്തിന്റെ ആത്മീക വളർച്ചയുടെ പക്വതയുടെ പടവുകളിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ നമ്മളെ ആരും ആശ്വസിപ്പിച്ചില്ലേലും കുഴപ്പമില്ല, നമുക്കാരുടെ ആശ്വാസം ആവശ്യവുമില്ല എന്ന് പറഞ്ഞാൽ, ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ ആമേൻ അങ്ങനെ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ വളരും. എന്നെ ആരും ആശ്വസിപ്പിച്ചില്ലല്ലോ പാസ്റ്ററെ, അവരെന്നെ ഫോൺ വിളിച്ചില്ലല്ലോ പാസ്റ്ററെ എന്ന് നമ്മൾ പറയത്തില്ല. പക്ഷെ ആദ്യകാലങ്ങളിൽ അങ്ങനെ ആഗ്രഹിക്കും കേട്ടോ. തകർന്നു പോകുന്ന ചില സമയത്ത് പൗലോസ് അത്രത്തോളം വളർത്തപ്പെട്ടിട്ടും എൻ്റെ കൂടെ ആരും നിന്നില്ലെന്ന് പറഞ്ഞു പൗലോസ്. കണ്ടോ? അങ്ങനെയാണെങ്കിൽ ചിലരൊക്കെ ആമേൻ ദൈവസ്നേഹത്തിൽ ചില ആളുകൾക്ക് ദൈവസ്നേഹം വെളിപ്പെടുത്താൻ ഭയങ്കര പിശുക്കാണ്. സ്തോത്രം. ആമേൻ സ്നേഹത്തോടെ സംസാരിക്കാൻ ഭയങ്കര പിശുക്കാണ്. ദൈവത്തിന്റെ സ്നേഹം റിസീവ് ചെയ്തത് കൊടുക്കാൻ നമ്മൾ എന്തിനാ വൈകുന്നത്? നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നത്, അവരെയൊക്കെ ഒത്തിരി പേര് വിളിക്കുന്നുണ്ടായിരിക്കാം. ആര് പറഞ്ഞു വിളിക്കുന്നെന്ന്? ആരും ആരെയും ഇന്നത്തെ കാലത്ത് വിളിക്കാറില്ല. ആരും ആരെയും ചാറ്റ് ചെയ്യാറ് പോലുമില്ല. സ്തോത്രം. ദൈവത്തിന്റെ സ്നേഹം ആത്മിക കൂട്ടായ്മകളിൽ പരസ്പരം തന്ന ദൈവത്തിന്റെ വഴികളിൽ എന്നെയും നിങ്ങളെയും ആക്കി വെച്ചപ്പോൾ
ദൈവം ചിലരെയൊക്കെ നമ്മൾ കർത്താവിന്റെ സ്നേഹം വെളിപ്പെടുത്തുമെന്ന് ദൈവത്തിന് നമ്മളെ കുറിച്ച് ആഗ്രഹമുണ്ട് കേട്ടോ. ആമേൻ, ഹല്ലേലൂയ. പൗലോസ് അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ പറഞ്ഞത്. അവന്റെ 2-ാം അധ്യായം നമ്മൾ വായിച്ചതാണ്. 2:5 പറയുന്നു, ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളുടെ കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിലുള്ള നിങ്ങളുടെ വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് ഞാൻ സന്തോഷിക്കുന്നു. ഇത് പറയാൻ തയ്യാറാക. നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന് പറയാൻ തയ്യാറാക. നിങ്ങൾ പേടിക്കേണ്ടെന്ന് പറയാൻ തയ്യാറാക. നമ്മൾ വിചാരിക്കുന്നത് ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ നാളെ അവർ നമ്മുടെ ആവശ്യം പറഞ്ഞ് നമ്മളെ ചൂഷണം ചെയ്യുമെന്നോ? എവിടെയാണ് നമ്മൾ കർത്താവിന്റെ സ്നേഹത്തിൽ വളരുന്നത്? കർത്താവ് ഇത്രത്തോളം ദൈവസ്നേഹം വളരുവാൻ സഹോദരങ്ങളെ തന്നിരിക്കെ, ഇത്രത്തോളം ദൈവസന്നിധിയിലെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ കൂട്ടായ്മകൾ തന്നിരിക്കെ, തകർന്നിരിക്കുന്നവരെ നമ്മുടെ കയ്യിൽ കൊണ്ട് ദൈവം തന്നിരിക്കെ, കരഞ്ഞുകൊണ്ടിരിക്കുന്നവരെ തന്നിരിക്കെ, മരണപ്പെട്ട കുടുംബങ്ങളെ നമ്മുടെ മുന്നിൽ കണ്ടിരിക്കെ, നമ്മളെന്തിനെ ഒറ്റയ്ക്കിരുന്ന് ടെൻഷൻ ഇരിക്കുന്നത്? അവരെ ഫോൺ ചെയ്താട്ടെ, അവരെ ആശ്വസിപ്പിച്ചാട്ടെ. അവരെ ആശ്വസിപ്പിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നു, അവർക്കും ക്രിസ്തുവിന്റെ സ്നേഹം ലഭിക്കുന്നു, നിങ്ങളും ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിറയപ്പെടുന്നു. ഇതൊരു ആത്മീക വളർച്ചയാണ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഞാനിത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ആമേൻ. ദൈവസ്നേഹത്തിന്റെ പൂർണ്ണത നമുക്ക് മനസ്സിലാകണമെങ്കിൽ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. യേശു ലോകത്തിലെ ആരുടെയും സ്നേഹത്തെ ഒരു കാലത്തും ആഗ്രഹിച്ചിരുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? ആമേൻ. താൻ തന്നെ ജീവൻ കൊടുത്ത അല്ലെങ്കിൽ തന്റെ ശുശ്രൂഷയെ കൊണ്ടുവന്ന പത്രോസിനോട് ചോദിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. അത് തന്നെ ആത്മീകമായി വളർത്താനാണ്. പക്ഷേ യേശു എന്താണ് പറയുന്നതെന്നറിയാമോ? ഞാൻ ഏകനല്ല, എന്റെ പിതാവ് എന്റെ കൂടെയുണ്ട്. ആമേൻ. ഞാൻ അതുകൊണ്ട് ഏകനല്ല എന്ന് യേശു കർത്താവ് പറഞ്ഞു. പക്ഷെ ക്രൂശിൽ പിതാവ് യേശുവിനെ കൈവിട്ടു എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നാൽ യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥനായി വിടുകയില്ല. അങ്ങനെയാണെങ്കിൽ യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞാണ് ഈ വചനത്തെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് കർത്താവ് മതി. കർത്താവ് നമ്മളിലും നമ്മൾ കർത്താവിലും. നമ്മൾ ഒരുമിച്ച് സഞ്ചരിക്കുന്ന ഒരു ആത്മീക ജീവിതം, ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാത്തൊരു ജീവിതം. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ പെർഫെക്ഷൻ. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ആത്മീക മെച്യൂരിറ്റി എന്ന് പറയുന്നത്. സ്വത്രം. ഈ മെച്യൂരിറ്റിയിലേക്ക് വളർന്നു വരുന്ന വഴിയിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം കൊണ്ട് നമുക്ക് ആർക്കും വേണ്ടെന്ന് പറയുകയല്ല. നമുക്ക് ആരുടെയൊക്കെയോ കൈത്താങ്ങൽ, ഒരു ഫോൺ കോൾ വേണ്ട വഴികൾ വന്നേക്കാം. ഈ പ്രാർത്ഥന മീറ്റിംഗിൽ ദൈവം ഇങ്ങനെ കൊണ്ടുവന്നത് ബൈബിൾ പഠിക്കാൻ വേണ്ടി മാത്രമല്ല, ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് വളരുവാൻ കൂടെയാ. ദൈവം തരുന്ന ആത്മീക വഴികളെ മനസ്സിലാക്കി ആത്മീയത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹം ഓൾറെഡി നിങ്ങളിൽ ഉണ്ട്. അതിൽ വളരുവാൻ ദൈവം തരുന്ന അവസരങ്ങളെ സ്നേഹത്തോടെ മനസ്സിലാക്കി ക്രിസ്തുവിൽ വളരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ വചനങ്ങളോടെ ദൈവസന്നിധിയിൽ ഇരുന്നു കൊള്ളുന്നു. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.